3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വന്നു. നാട്ടിലെ പ്രമാണിയുടെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജീവിച്ച നാടിനെ, സ്നേഹിച്ച മണ്ണിനെ വിട്ടുപോകുന്ന ദുഃഖം. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആകുലതകൾ എനിക്ക് മനസ്സിലാകും. നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. ആ വാക്കുകൾ അവർക്ക് ധൈര്യം പകർന്നു. ഈ മനുഷ്യൻ നമ്മുടെ ആരോ ആണ്. ധൈര്യത്തോടെ മുന്നിലേക്ക് വന്ന് ചിലർ പറഞ്ഞു, അങ്ങുന്നേ, ഈ ഭൂമി നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പല ദേശങ്ങളിലായി ചിതറിപ്പോകേണ്ടി വരും. സാധാരണക്കാരായ ഞങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ ഞങ്ങളെ സംരക്ഷിച്ചിരുന്ന തേവരുടെ കാര്യം, നാട്ടുകാരില്ലാതെ അവർ അനാഥരാവില്ലേ? കമ്പനി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കാൻ ആര് കാണും? ആരുമുണ്ടാവില്ല. നിഷ്കളങ്കമായ ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ പുഞ്ചിരിയോടെ അദ്ദേഹം മറുപടി പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കുവാൻ ഭൂമി ഏറ്റെടുക്കുന്നതിന് കുറച്ചപ്പുറത്ത് 10 സെൻറ്റ് വെച്ച് നൽകാം. അപ്പോൾ അവിടെ എല്ലാവർക്കും വീട് വെച്ച് താമസിക്കാം. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ കമ്പനി മതിലിന് പുറത്തായി പുനർനിർമ്മിക്കാം. അപ്പോൾ എല്ലാവർക്കും വരാമല്ലോ. മേൽനോട്ടത്തിനായി ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാം. ആ തീരുമാനം എല്ലാവർക്കും സമ്മതമായി. വേദനയോടെയെങ്കിലും കമ്പനിക്കായി സ്ഥലം വിട്ടു നൽകാൻ അവർ തയ്യാറായി. അങ്ങനെ ഒരുപക്ഷെ ലോകത്ത് ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അന്നാട്ടിലെ ദൈവങ്ങൾക്കും മനുഷ്യർക്കും പുനരധിവാസം നൽകിയ ആദ്യത്തെ മനുഷ്യൻ MKK നായർ ആയി. ഇവിടെ തുടങ്ങുന്നു അഭിനവ അമ്പലമേടിൻ്റെ ചരിത്രം. നാടും വീടും ഉപേക്ഷിച്ച് നാട്ടുകാർ പടിയിറങ്ങിയപ്പോൾ അവിടെ ഒരു ശ്മശാന മൂകത തളം കെട്ടി നിന്നു. ഒരു വ്യവസായ കേന്ദ്രത്തെ എങ്ങനെ പ്രകൃതി രമണീയമായ സംസ്കാര കേന്ദ്രമാക്കി മാറ്റാൻ അറിയുന്ന ഒരു തത്വജ്ഞാനിയായിരുന്നു MKK നായർ. പുരോഗതിക്കായി നാടും വീടും ഉപേക്ഷിച്ച നിഷ്കളങ്കരായ നാട്ടുകാരുടെ വിയർപ്പുമണികൾ വർഷങ്ങളായി വീണ് അവർ വിളയിച്ചെടുത്ത കതിർമണികൾ കൊയ്തെടുത്ത വയലേലകൾ ഒരു നീല ജലാശയമാക്കി മാറ്റി. പ്രകൃതിയും മനുഷ്യനും ഒരേ താളത്തിൽ ലയിച്ചു ചേരുമ്പോഴേ ഇങ്ങനെയൊരു സൃഷ്ടി സാധ്യമാകൂ. കളിവള്ളങ്ങളും ചെറുവള്ളങ്ങളും മാത്രം ഒഴുകിയിരുന്ന ശിവാനിയുടെ മാറിലൂടെ കൂറ്റൻ ചങ്ങാടങ്ങളും കൂറ്റൻ യന്ത്രവൽകൃത ബോട്ടുകളും കടന്നുവരാൻ തുടങ്ങി. ആദ്യം ഭയത്തോടും പിന്നീട് അത്ഭുതത്തോടും അവളും സ്വീകരിച്ചു തുടങ്ങി. അവിടെ തുടങ്ങുകയായി ഫാക്ട് എന്ന മഹാവൃക്ഷത്തിൻ്റെ വളർച്ച. അതിൻ്റെ ചില്ലകളിൽ തൂക്കണാം കുരുവി കൂടുകൾ പോലെ ഇരുമുറിയുള്ള വീടുകളുണ്ടായി. അതിലേക്ക് വിരുന്നുകാരായി ആളുകൾ എത്തിത്തുടങ്ങി. അമ്പലമേട് എന്ന നാമകരണം, മുൻപറഞ്ഞ 3 പ്രദേശങ്ങളും ചേർന്ന സ്ഥലം. അമ്പലങ്ങൾ ധാരാളമായുള്ള നാട് അമ്പലമേട്. ആ പേരിൽ ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ടായി. അമ്പലമേട് എന്നൊരു ദേശത്ത് വളം നിർമ്മാണശാലയിലേക്ക് ജോലിക്കായി ആളുകളെ എടുക്കുന്ന വിവരം പുറം ലോകം അറിഞ്ഞു തുടങ്ങി. വേണാട്, വള്ളുവനാട്, ഏറനാട് തുടങ്ങിയ നാടുകളും കടന്ന് തുളുനാട്, പാണ്ടിനാട്, വങ്കനാട് തുടങ്ങിയ ദേശങ്ങളിൽ നിന്നും അമ്പലമേടിലേക്ക് ജോലി അന്വേഷിച്ച് ആളുകൾ എത്തിത്തുടങ്ങി. ആരെയും നിരാശപ്പെടുത്തേണ്ടി വന്നില്ല. അവരെല്ലാം ഈ തൂക്കണാം കുരുവിക്കൂട്ടിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇഴചേർത്തപ്പോൾ അവിടം ഒരു സ്വർഗമായി മാറുകയായിരുന്നു. ഒരു പുതിയ സംസ്കാരത്തിൻ്റെ തുടക്കമായിരുന്നു. നഷ്ടപ്പെട്ടു പോയ ഒരു നാടിൻ്റെ സംസ്കാരത്തിന് പകരമായി വിവിധ ദേശങ്ങളും ഭാഷയും ഒത്തുചേർന്ന ഒരു സംസ്കാരം, സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു സംസ്കാരം. അഴകിൻ കൂടെ കാറ്റും മേഘവും കൂട്ടായി കൂടെ പച്ചപ്പും മലയും ചേർന്നൊരു ലോകം മനസ്സിൽ നിറയുമ്പോരോമതൻ താളം. ഇനി നമ്മുടെ അമ്പലമേട്ടിലെ ബാല്യവും കൗമാരവും യൗവനവും നിറഞ്ഞ ആ സുന്ദര കാലഘട്ടം, ഇതേക്കുറിച്ച് അവിടെ ജീവിച്ചിരുന്നവർ അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കും വരും എപ്പിസോഡുകളിൽ. മലയും ചേർന്നൊരു ലോകം
മനസ്സിൽ നിറയുമ്പോൾ ഓർമ്മ തൻ താളം